ഞാൻ രാവിലെ എഴുന്നേറ്റ് കാപ്പിക്ക് വെള്ളം വെച്ചായിരുന്നു. പിന്നെ കാപ്പിക്ക് വെള്ളം തിളച്ചപ്പോൾ പൊടിയിട്ട് കാപ്പി മാറ്റി വെച്ചു. പിന്നെ ഇനി അരി എടുക്കണം. കഞ്ഞിക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഞ്ഞിക്ക് വെള്ളം ഇട്ടായിരുന്നു അടുപ്പത്ത്. അപ്പോൾ പിന്നെ ഇനി അരി കഴുകി വെള്ളം തിളയ്ക്കാറായിട്ടാണ്. അരി കഴുകി കഞ്ഞി വെള്ളം അരി കഴുകിയിടണം. അരി കഴുകിയിട്ടിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന കുത്തരിയാണ്. അരി തീർന്നു. പിന്നെ ഈ വെള്ള കിടക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരി ആയതുകൊണ്ടാണ് വെള്ള കിടക്കുന്നത്. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇത് അവർ പഞ്ചായത്തുകാർ പറഞ്ഞ് അവരെന്തോ ഉണ്ടയാക്കി ഇട്ടതാണെന്ന് പറഞ്ഞു. എനിക്കിത് എന്തോന്നൊക്കെ ഞാൻ മറന്നുപോയി. അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോയപ്പം പറഞ്ഞായിരുന്നു. എന്തോ അവർ പോഷകാഹാരം എന്തോ അരിയുടെ രൂപത്തിൽ ഇട്ടിരുന്നതെന്ന്. അത് കളയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കളയത്തില്ല. ഞങ്ങൾക്ക് വെള്ളം ഇവിടെ കുറവാണ്. ഇവിടെ പൈപ്പ് ലൈൻ വെള്ളമാണ്. അപ്പം വെള്ളമെല്ലാം ഞാൻ ഇങ്ങനെ കഴിയുന്ന വെള്ളമൊക്കെ നല്ല വെള്ളമൊക്കെ പാത്രം കഴുകാൻ വേണ്ടി വാഷ് ബേസിൻ്റെ അകത്ത് ഉരുളി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിടും. അതാകുമ്പോൾ സോപ്പിട്ട് മഴയ്ക്ക് എടുത്തിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ. അപ്പോൾ അരി കഴുകി ഞാനിങ്ങനെ ഇടുന്ന വീടില്ല. പിന്നെ കുടിവെള്ളം കൊണ്ടുപോകും. അപ്പം വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അടുപ്പിൽ വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഗ്യാസിൽ തന്നെ വെച്ച് തിളപ്പിക്കും. അതിന് പനിക്കൂർക്കയില ഞാൻ ഇടാൻ പോകും. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വെള്ളമില്ലെന്ന്. 15 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങളിങ്ങനെ ടാങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. 1000-ൻ്റെ 2 ടാങ്കും 500-ൻ്റെ 2 ടാങ്കും 200-ൻ്റെ 1 ടാങ്ക്. അപ്പം അതിലാണ് എല്ലാ 15 ദിവസത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം പനിക്കൂർക്കയില പറിച്ചുകൊണ്ട് വരിക, വെള്ളത്തിലിടാം. ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കഴുകുന്നുണ്ട്. പൈപ്പ് അവിടെ ഉണ്ട്. അവിടെ പൈപ്പുണ്ട്. അവിടെ കഴുകിയിട്ട് ഞാൻ പോകത്തുള്ളൂ. അല്ലെ അണ്ടാവിൻ്റെ അകത്ത് ഇട്ട് ഞാൻ പോകത്തുള്ളൂ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വെള്ളത്തിൻ്റെ അകത്ത് കഴുകിക്കൊണ്ടിട്ട് പിന്നെ ഈ 15 ദിവസവും ഞങ്ങൾക്ക് ഈ വെള്ളത്തിൽ വേണം തുണികളൊക്കെ, ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യും. ഇനി നമുക്ക് കറി എന്ത് വെക്കണമെന്ന് അറിയത്തില്ല. എന്നാലും പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ബീൻസും ക്യാരറ്റും മാത്രമായിരുന്നു. ആ ബീൻസും 2 സൈഡിലെ തൊലി എത്തണം, അല്ലെങ്കിൽ കായ്ക്കും. 2 സൈഡുണ്ടല്ലോ, അത് 2 സൈഡിലേയും കളഞ്ഞിട്ട് അരിയാവുള്ളൂ. എല്ലാം കേടായത്. എന്നാലും ഒരു ഇത് എടുക്കാൻ പറ്റാവുന്നതൊക്കെ എടുക്കുക. ഒരാഴ്ചത്തേക്ക് 1 കിറ്റ് മതി ഞങ്ങൾക്ക്. എന്നും പൊതി കിട്ടണമല്ലോ. അപ്പോൾ 1 കിറ്റ് മേടിച്ചാൽ ഒരു ദിവസം അവിയൽ ഉണ്ടാക്കാം, അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം, അങ്ങനെ 1 കിറ്റ്. പിന്നെ അല്ലറ ചില്ലറ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചീരയോ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തപ്പോൾ അതൊക്കെ ഒഴിച്ച് കറി വെക്കും. പിന്നെ തൈരുണ്ടെങ്കിൽ തൈര് ഒരു കറിയാകുമല്ലോ. പിന്നെ മീനുണ്ടെങ്കിൽ മീൻ കറിയും മീൻ വറുത്തതൊക്കെ. ഇന്ന് മീനൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ. അപ്പം ഇന്ന് ഒരു മാങ്ങാക്കറിയും വെക്കാമെന്ന് വിചാരിച്ച്. ഇത് രണ്ടും കൂടെ ഒരു തോരനും വെക്കാം. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചാണ് ഈ ഉള്ളിയും ഇതെല്ലാം മുളകും വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ട് ഒരു പുളിങ്കറി പോലെ വെക്കുന്നു. ചമ്മന്തി പരുവത്തിൽ. തേങ്ങാ ചമ്മന്തി കൂട്ടത്തില്ല ചേട്ടൻ. അപ്പം പിന്നെ അങ്ങനൊരു പുളിങ്കറി പോലെ വെക്കാമെന്ന് വിചാരിച്ച്. ചോറ് റെഡിയായ, ചോറും കറിയെല്ലാം റെഡിയായി. പുതി കെട്ടും അത് ചോറും വെന്ത് നമ്മുടെ തോരനും വെച്ച്. ആ പുളിങ്കറിയാണ് മറ്റേ പാത്രത്തിൽ ഇരിക്കുന്നത്. പിന്നെ മാങ്ങാക്കറിയാണ് ചെറിയ കുപ്പിക്കകത്തിരിക്കുന്നത്. കുമ്പിളപ്പം ഉണ്ടാക്കിയായിരുന്നു രാവിലെ. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നാന്ന് പറഞ്ഞാൽ രാവിലെ ധൃതിയായതുകൊണ്ട് 8 മണിക്ക് പൊതി കെട്ടി കൊടുത്തു വിടണം. 8 മണിയാകുമ്പോൾ പോകും. അപ്പോൾ 7:30 ആകുമ്പോൾ കഴിക്കുകയൊക്കെ വേണം. അപ്പം പിന്നെ നേരത്തെ ഉണ്ടാക്കി 1 സെക്ഷൻ ഉണ്ടാക്കി അമ്മയ്ക്കും ചേട്ടനും കൊടുത്തു വിടും. അവർ രണ്ടുപേരും പണിക്ക് രാവിലെ 8 മണിയാകുമ്പോൾ 2 പേരും പോകും. അമ്മ പറമ്പിപ്പണിയാണ് ചെയ്യുന്നത്. അമ്മ പണിയുള്ള ദിവസം, എല്ലാ ദിവസവും പോകത്തില്ല, പണിയുള്ള ദിവസമാകുമ്പോൾ പരീക്ഷ. ഇന്ന് കമ്പനി പണി ആയതുകൊണ്ട് ഇന്ന് പോകും. ബാക്കി ഞങ്ങൾക്കും പിള്ളേർക്കും ഉള്ളത് 2ാമത്തെ സെക്ഷൻ. അവർ ഇത് കഴിക്കാൻ കൊടുക്കുന്ന വീഡിയോ ഒന്നുമില്ല.
അവർക്ക് കഴിക്കാൻ കൊടുത്ത് നേരമില്ല വീഡിയോ എടുക്കാൻ. ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് ഇച്ചിരി എടുത്ത് വെച്ചിട്ട് പിന്നെ അത് പിന്നീടായിരുന്നാണ് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത്. അപ്പം ഞാൻ അടുത്ത തട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ പൊതി എടുത്തുകൊണ്ട് പോയി ചേട്ടന് ബാഗുണ്ട്, ബാഗിൻ്റെ അകത്തോട്ട് വെക്കുക. അല്ലെ ചേട്ടൻ ഒന്നും കൂടി നോക്കിയിട്ട് വെക്കത്തില്ല. 8:30 കമ്പനി കയറണം. ചെങ്ങന്നൂരാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ അരമണിക്കൂർ ഇടവഴി കൂടെ പോകുമ്പോൾ അരമണിക്കൂർ. 8:30 കറക്റ്റ് 8:30 പോകും.